പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചില വിറ്റാമിനുകളുടെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായിട്ട് ആവേണ്ട വിറ്റാമിനുകളുടെയും ചില ഘടകങ്ങളുടെയും അപര്യാപ്തത മൂലം പല രോഗങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഏതൊക്കെ രോഗത്തിൻ്റെ അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന വിളർച്ച, നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ചിലപ്പോൾ നമുക്കറിയാം, കണ്ണ് നോക്കിയാൽ നല്ല വെളുത്ത് കളറിൽ ചുവപ്പ് ഒരു ഒരു തരി കണ്ണിച്ചോരയില്ല നമുക്ക് പറയും അല്ലേ. അതുപോലെ ചുവപ്പില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വിളറി വെളുത്ത മുഖം ഒക്കെ ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി അനീമിയോ മറ്റു എന്തെങ്കിലും അനീമിയ ആണെങ്കിൽ എന്നുള്ളത് കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കൈകൾക്കും കാലുകൾക്കും ഉണ്ടാകുന്ന ചെറിയ സൂചി കുത്തുന്ന പോലത്തെ ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയും. ചെറിയ സൂചി കുത്തുന്ന പോലത്തെ അല്ലെങ്കിൽ ചെറിയ തരിപ്പ് പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ B12 കുറവ് മൂലമാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്കുണ്ടാകുന്ന ക്രാക്സ്, ലിപ്സൊക്കെ പൊട്ടുന്നത് അല്ലെങ്കിൽ ക്രാക്സുകളൊക്കെ ഉണ്ടെങ്കിൽ റൈബോഫ്ലാവിൻ പോലത്തെ നമ്മുടെ ഡെഫിഷ്യൻസി ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഹെയർ ഫോള്, മുടി കൊഴിച്ചിലാണെങ്കിൽ പല എണ്ണകളും നമ്മൾ വാങ്ങി ഉപയോഗിക്കും, പല മരുന്നുകളും പുറത്ത് പുരട്ടും, അല്ലെങ്കിൽ ഷാമ്പുകൾ ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് മറ്റു എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ? വൈറ്റമിൻ ഡി, അതുപോലെ ബയോട്ടിൻ, അതുപോലെ വൈറ്റമിൻ B12 പോലത്തെ എന്തെങ്കിലും ഡെഫിഷ്യൻസി നമുക്ക്, അല്ലെങ്കിൽ സിങ്കിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ ഹെയർ ഫോൾ മാറാത്തത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഒന്നാണ് നമ്മുടെ രാത്രി നൈറ്റ് ബ്ലൈൻഡ്നെസ്. അത് വൈറ്റമിൻ A ഡെഫിഷ്യൻസി മൂലം നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം. അതുപോലെ നമ്മൾ വൈറ്റമിൻ ഡി മൂലം നമുക്ക് ബോൺ പെയിൻ, ജോയിൻറ്റ് പെയിൻസ്, സ്റ്റിഫ്നെസ്, ടിംഗ്ലിംഗ് സെൻസേഷൻസ്, വിട്ടുമാറാത്ത പുണ്ണുകൾ ഒക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്കുണ്ടാവാം. പിന്നീട് ചില മുറിവുകളുടെ ഉണങ്ങാത്ത, ധാരാളം കുറേ മുറിവുകളുണ്ടായിട്ട് ധാരാളം സമയമെടുത്തിട്ട് അത് ഉണങ്ങാതിരിക്കുന്നത് പലപ്പോഴും വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻ വരുന്നത് വൈറ്റമിൻ ഡിയുടെയോ സിങ്കിൻ്റെയും എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മസിൽ ക്രാംസ്, വിട്ടുമാറാത്ത മസിൽ പിടുത്തം അല്ലെങ്കിൽ മസിൽ ഉരുണ്ട് കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മഗ്നീഷ്യം പോലത്തെ കോമ്പൗണ്ടുകളുടെ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇറിറ്റബിലിറ്റി, അതുപോലെ ശക്തമായിട്ടുള്ള അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് വൈറ്റമിൻ B കോംപ്ലക്സ്, അതുപോലെ പുണ്ണ്, വായിൽ പുണ്ണ്, സ്ഥിരമായിട്ട് വിട്ടുമാറാത്ത പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കുറവുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചിലപ്പോൾ ഭക്ഷണത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചില ജീവിതശൈലിയിലുള്ള ശ്രദ്ധിക്കൽ അല്ലെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വിഷയം ഞാൻ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.